കാലാതീതമായ ദൈവിക ഭാവങ്ങളുടെ ആഴപ്പടർപ്പുകളിലേക്ക് എന്നെയും നിങ്ങളെയും ആനയിക്കുന്ന പുണ്യശോഭ. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ചാർത്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കിരീടത്തിൻ്റെ രത്നശോഭയിലേക്ക് ഉറ്റുനോക്കി ദിവ്യപുണ്യങ്ങൾ സ്വാംശീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന നിർമ്മല ചൈതന്യത്തിൻ്റെ പുണ്യാവിഷ്കാരം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. ചേട്ടായിയുടെ ടെൻഷൻ കണ്ടാൽ തോന്നും ചേട്ടായി ഇപ്പോൾ പ്രസവിക്കുന്നു. ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കും ചേട്ടായി. കൺഗ്രാജുലേഷൻ, നിങ്ങൾക്ക് ആൺകുട്ടിയാണ്. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്തായാലും ചേട്ടായിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നല്ലോ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ ലിസി, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സോഫിയും കുഞ്ഞും ഓക്കെ അല്ലേ ഡോക്ടർ? അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പക്ഷെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ഡോക്ടർ? എന്താണ് പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറയൂ. കുഞ്ഞിന്റെ കാലിന് വൈകല്യമുണ്ട്. വളർന്നു വരുമ്പോൾ അവൻ മറ്റു കുട്ടികളെ പോലെ ഓടാനോ നടക്കാനോ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് ചികിത്സ നൽകാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, ഇതാണ് ഞാൻ പണ്ട് തൊട്ടേ പറയുന്നത്. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചേട്ടാക്കും ചേച്ചിക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലായിരുന്നല്ലോ. ഇപ്പൊ കണ്ടില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്നല്ലേ വചനം പറയുന്നത്. ചേട്ടായി വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. സീൻ 2. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒപ്പം സെബാനും വളർന്നു. എടി സോഫി, എന്നാലും നമ്മുടെ മോന് മാത്രം എന്താടി ഇങ്ങനൊരവസ്ഥ വന്നത്? ദൈവം എന്താ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. വർഷം ഇപ്പൊ 10 കഴിഞ്ഞു. നമ്മുടെ കണ്ണടയുന്നതിന് മുന്നേ അവനൊന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. അമ്മച്ചി, ഞാൻ ഇളയപ്പന്റെ വീട്ടിൽ കളിക്കാൻ പൊക്കോട്ടെ. അമ്മലും അലനും അവിടെ ഉണ്ട്. സെബാനെ, നീ ഇപ്പൊ പോകണ്ട കേട്ടോ. കഴിഞ്ഞ ആഴ്ച നീ ആ വീൽ ചെയറിൽ നിന്ന് ഉരുണ്ട് വീണതല്ലേ. കളിക്കാൻ തുടങ്ങിയ നിനക്ക് ഒരു ശ്രദ്ധയില്ല. അമ്മച്ചി മോന്റെ കൂടെ കളിക്കാൻ കേട്ടോ. എടാ സെബാനെ, നീ ഇവിടെ ഇരിക്കുവാണോ? വാ, നമുക്ക് കളിക്കാൻ പോവാം. തേരമ്മേ പ്ലീസ്, സവാനെ ഒന്ന് കളിക്കാൻ വിടാവോ? ഞങ്ങളും നോക്കിക്കോളാം അവനെ. മക്കളെ, നിങ്ങൾ പുറത്തോട്ടൊന്നും പോകണ്ട കേട്ടോ. മഴ വരുന്നുണ്ട്. നിങ്ങൾ ഈ തിണ്ണയിലെങ്ങാനും ഇരുന്ന് കളിച്ചോ. എടാ, നമുക്ക് പന്ത് കളിച്ചാലോ? എന്റെ കാലുകൊണ്ട് എനിക്കൊന്ന് ബോള് തട്ടാൻ കൊതിയാന്നു. നിങ്ങളെ പോലെ എനിക്ക് ഒന്ന് ഓടി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ മടുത്തടാ. സീൻ 3. അത്ഭുതങ്ങളിലേക്ക് ഒരു വഴികാട്ടി. ആ ചേച്ചി, എന്നാ പരിപാടി? ആ ലിസിയോ, ഇന്നാടി ഇവിടെ കൊച്ചച്ചൻ വീട് വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വരുന്നേ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. എന്നാ ഉണ്ടടി വിശേഷം? എൻ്റെ ചേച്ചി ഒന്നും പറയണ്ട. ജോസച്ചായന് ഈ ഇടയായിട്ട് ഭയങ്കര കുടിയാ. പള്ളിയില്ല, പട്ടക്കാരനുമില്ല, വീട്ടിലാണെങ്കിൽ സമാധാനവും ഇല്ല. വീട് വെഞ്ചരിക്കാൻ അച്ഛൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അതുപോലും സമ്മതിച്ചില്ല. എടി, ഞാൻ പോയി ചാനെന്ന് വിളിച്ചിട്ട് വരാം കേട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചേച്ചി, അച്ഛൻ വന്നിട്ടുണ്ടേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. സ്തുതിയായിരിക്കട്ടെ. ഈ ജോസേട്ടൻ എന്നെ കാണാതെ മുങ്ങി നടക്കുമായിരുന്നു. ഇപ്പോൾ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ഞാൻ പിടിച്ചോണ്ട് വരുവാ. അച്ഛാ, അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ വിട്ടുപോയി.
അന്ന് അവൻ കുഞ്ഞായിരുന്നു. ദൈവം അവരെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തും പറഞ്ഞ് അന്ന് നിർത്തിയാണ് അവൻ്റെ പ്രാർത്ഥന. പിന്നെ സെബാൻകുട്ടൻ്റെ അവസ്ഥയോട് കാണാൻ പിന്നെ പള്ളിയിലും പോക്ക് നിർത്തിയത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല, എല്ലാം ശരിയാവും. സെബാനെ, സുഖായിരിക്കുന്നോ? ഓ, സുഖമായിരിക്കുന്നു അച്ഛാ. ബെനിച്ചേട്ടാ, ഇത് ജൂലൈ മാസമല്ലേ? അൽഫോൻസാമ്മയുടെ തിരുനാൾ അടുത്ത് വരുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥ കൂടിയാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുവോ? എന്താ അച്ഛാ? അച്ഛൻ പറ, എന്താണെല്ലാം പറ. നിങ്ങളെല്ലാവരും സെബാനെയും കൂട്ടി അൽഫോൻസാമ്മയുടെ കബറിടം വരെ ഒന്ന് പോയി പ്രാർത്ഥിക്കാമോ? അമ്മയുടെ ആദ്യത്തെ അത്ഭുതം തന്നെ ഇതുപോലെ ഒരു കുഞ്ഞിന്റെ സൗഖ്യമായിരുന്നല്ലോ. ഓ, അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ സെബാൻകുട്ടൻ എഴുന്നേറ്റ് നടക്കാത്ത ഞാൻ ഇനി പള്ളിയിലേക്കില്ല. ഞങ്ങൾ പോകാം അച്ഛാ. എന്നാൽ നമുക്ക് വെഞ്ചിരിപ്പ് തുടങ്ങിയാലോ? അൽഫോൺസോ യൂണിറ്റ് തീർത്തിട്ട് വേണം എനിക്ക് സെന്റ് തോമസ് വാർഡിന്റെ വെഞ്ചിരിപ്പ് തുടങ്ങാൻ. എന്നാൽ എല്ലാവരും വിളിച്ചോളൂ. സീൻ 4. സെബാനും കുടുംബവും അൽഫോൻസാമയുടെ കബറിടത്തിലേക്ക്. എടാ സെബാനെ, നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ച മാത്യു ഇല്ലേ, അവൻ എന്നോട് ഈ അൽഫോൺസാമ്മനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ അൽഫോൺസാമ്മയോട് പ്രാർത്ഥിച്ച് അവന് നല്ലതായിട്ട് പഠിക്കാൻ പറ്റിയടാ. അപ്പൊ അൽഫോൻസാമ്മ പറഞ്ഞ ഈശോ കേൾക്കും അല്ലേ? ഈശോ പറഞ്ഞായിട്ട് ജീവിച്ച ആളല്ലേ അൽഫോൻസാമ്മ. അപ്പൊ അൽഫോൻസാമ്മ പറഞ്ഞ ഈശോക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കും പിള്ളേരെ. അൽഫോൻസാമ്മ, അൽഫോൻസാമ്മ. സെബാനെ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? മറ്റുള്ളവരെ പോലെ ഓടാനും കളിക്കാനും പറ്റാത്തത് കൊണ്ടാണോ? അതെ അൽഫോൻസാമ്മേ, എനിക്ക് വേണ്ടി ഈശോടൊന്ന് പ്രാർത്ഥിക്കാവോ? മോനെ, നീ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനാണ്. ഞാൻ നിനക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. എടാ, എത്ര നേരമായി വിളിക്കുന്നു, വാ പോവാം. അൽഫോൻസാമ്മ, അൽഫോൻസാമ്മ. സീൻ 5. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി. അമ്മേ, എന്നാലും എനിക്ക് തോന്നിയതാണോ അതോ അൽഫോൻസാമ്മ അവിടെ വന്നോ? എന്റെ കാര്യം ഈശോട് പറഞ്ഞു കാണുമോ? സംശയിക്കേണ്ട മോനെ, നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ. മോൻ പ്രാർത്ഥിച്ചോ. എന്റെ കാല്, എന്റെ കാല്, എന്റെ കാലിന് എന്തോ പോലെ തോന്നുന്നു. അമ്മേ, അമ്മേ, എന്താ മോനെ? അമ്മേ, എന്റെ കാലിൽ അനക്കാൻ പറ്റുന്നു. അമ്മ എന്നെ ഒന്ന് പിടിച്ച്. അൽഫോൻസാമ്മ എന്റെ കാര്യം ഈശോയുടെ അടുത്ത് പറഞ്ഞമ്മേ, എനിക്ക് നടക്കാൻ പറ്റുന്നു. ബെന്നിച്ചായ, ലിസി, ഒന്ന് ഓടി വായോ എല്ലാരും. എന്താ സോഫി? ചേച്ചി, എന്താ പറ്റിയേ? നമ്മുടെ സെബാൻകുട്ടൻ നടക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, എന്റെ കുഞ്ഞിനെ നീ തൊട്ടല്ലോ. എന്റെ ദൈവമേ, അറിവില്ലാതെ ഞാൻ നിന്നെ തള്ളി പറഞ്ഞല്ലോ. ഈ പാപിയോട് ക്ഷമിക്കണേ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. ദൈവം നമ്മളോട് ക്ഷമിക്കും അച്ചായ. എന്റെ ദൈവമേ, അങ്ങനെ എന്റെ ജീവിതത്തിലെ 2 ദുഃഖങ്ങൾക്ക് ദൈവം എന്നൊരു ഉത്തരം നൽകി. എന്റെ ജോസിന്റെ മാനസാന്തരവും എന്റെ സെബാൻകുട്ടന്റെ സൗഖ്യവും. ഈ ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇനിയും സംഭവിക്കും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ.
കുരിശില്ലാത്ത ജീവിതമല്ല യേശു വാഗ്ദാനം ചെയ്യുന്നത്. കുരിശു വഹിക്കാൻ തൻ്റെ സ്നേഹവും കൃപയുമാണ് അവിടുന്ന് നൽകുന്നത്. അവിടുന്ന് ഏറ്റവും സ്നേഹിക്കുന്നവരെ കുരിശിലൂടെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു.